എസ്തറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആ യുവതിയെ അവന് ബോധിച്ചു, അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ട വസ്തുക്കളൊക്കെയും ഉപജീവനത്തിനത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടതിന് 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ദൈവം ഇവിടെ എസ്തറിനൊരു കരുണ കാണിച്ചതാണ് പറയുന്നത്. അപ്പോൾ എസ്തർ എന്ന് പറയുന്ന ആ ഒരു പെൺകൊച്ച് ഒരു അനാഥയാണ്, അടിമയായിട്ട് കൊണ്ടുവന്നവളാണ്. പക്ഷേ അവൾക്കൊരു ദൈവഭയവും അതേപോലെ തന്നെ ഒരു താഴ്മയും ഒരു അനുസരണമുള്ള ഒരു പൈതലായി അവളിരുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ വളർത്തച്ഛനായ മെർദെഖായിക്ക് വളരെ ബഹുമാനം കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട ദൈവം അടുത്ത് ഈ യൂദകുലത്തിൻ്റെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഇവളെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അഹസ്വേരോസ് രാജാവിൻ്റെ ആ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലിൽ ഈ എസ്തറിനും പങ്കെടുക്കുവാൻ കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ കൊട്ടാരത്തിലെ ഹേയാഹി എന്ന് പറയുന്ന ഹേഹായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലാണ് ഈ എസ്തറിനെ കൊടുത്തത്. അപ്പോൾ എസ്തറിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഇവളോടൊരു ദയ തോന്നി എന്ന് കാണുന്നു. ദയ തോന്നി അവൾക്ക് ഉടനെ തന്നെ അവൾക്ക് ശുദ്ധീകരണത്തിൻ്റെ സാധനം കൊടുക്കുകയും അവൾക്ക് 7 തോഴിമാരെ നിയമിച്ചു കൊടുക്കുകയും അന്തഃപുരത്തിലെ നല്ലൊരു സ്ഥലത്തിൽ അവരെ താമസിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെയാണ് ഈ ഹേയാഹി എങ്ങനെ ഒരു എസ്തറിനൊരു തുണയായിട്ട് ഒരു രാജ്ഞിക്കൊരു രാജ്ഞിയായി ഒരു തുണയായിരുന്നത് പോലെയാണ് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മണവാട്ടിയായ സഭയെ ഒരുക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉള്ളത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നത്, പിന്നെ ദൈവവചനം പറയുന്നു, അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ കൃപ ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ താഴ്മയോട് ദൈവഹിതം ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിലും യാചനയിലിരിക്കുമ്പോൾ നമ്മെ കർത്താവിൻ്റെ ഒരു മണവാട്ടിയായി ഒരുക്കുവാൻ ഈ ഹേയായെ പോലെ ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും നമ്മെ ദൈവത്തിൻ്റെ വരവിനേക്ക് ഒരുക്കുകയും ചെയ്യും. അതിലേക്ക് വേണ്ടി നാം ആ ഒരു കർത്താവിൻ്റെ ദയവ് കിട്ടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദയവ് കിട്ടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.